ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു. സാർ, പഴങ്ങളുടെ രാജാവാണ് മാങ്ങ. സാർ, കേരളത്തിലെ മാംഗോ ഹബ്ബ് എന്നറിയപ്പെടുന്നത് എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുതലമടയിലാണ്. സാർ, 10,000 ഏക്കറിലധികം ഭൂമിയിലാണ് മാങ്ങ കൃഷി ചെയ്യുന്നത്. അതുപോലെ 4,000-ത്തിലധികം വരുന്ന കൃഷിക്കാരും 10,000-കണക്കിന് വരുന്ന തൊഴിലാളികളും ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഉപജീവനം നടത്തി വരികയാണ്. സാർ, ബംഗനാപ്പള്ളി മുതൽ നമ്മുടെ മൂവാണ്ടനും സിന്ദൂരവും അൽഫോൺസിയും ഉൾപ്പെടെ 52 വെറൈറ്റിയിലുള്ള മാങ്ങ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സാർ, ഏഷ്യയിൽ തന്നെ ഏറ്റവും ആദ്യം മാവ് പൂക്കുകയും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ മാങ്ങ കയറ്റുമതി ചെയ്യുന്നതും ഈ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയിൽ നിന്നാണ്. സാർ, നെല്ല് മുതൽ പരുത്തിക്ക് വരെ വന്യമൃഗങ്ങളുടെ ശല്യം മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിന് നഷ്ടപരിഹാരമുണ്ട്. അതില്ലെന്ന് മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ഗവൺമെൻറ് അത് കാർഷിക വിളയായി നമ്മുടെ മാങ്ങയെ ഉൾപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും ആ വന്യമൃഗ ശല്യം മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിൽ നഷ്ടപരിഹാരം മാങ്ങ കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നത്. സാർ, മാവ് കൃഷിക്കാരെയും മാങ്ങ കർഷകരെയും സംരക്ഷിക്കാൻ നിരവധി പദ്ധതികൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി ഈ ഗവൺമെൻറ്റും തുടർന്നു വരികയാണ്. സാർ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാംഗോ ഹബ്. അവസാനിപ്പിക്കുന്നു സാർ. മാംഗോ ഹബ് സാർ, മാങ്ങ സംഭരിക്കുക, അതുപോലെ തന്നെ അത് ശേഖരിച്ചു വയ്ക്കാനുള്ള കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ പാക്കിംഗ്, അതുപോലെ റൈപ്പനിങ് ചേംബർ, അതുപോലെ തന്നെയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ മുതലമടയിലെ കുറ്റിപ്പാടത്തിൽ നിന്നും കാർഷിക മേഖലയിൽ നിന്നുള്ള 5 ഏക്കർ ഭൂമി ഏറ്റെടുത്തിട്ടും നാളിതുവരെയും അവിടെ ഒരു മാംഗോ ഹബ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വന്യമൃഗ ശല്യം മൂലമുണ്ടാവുന്ന മാവ് കൃഷിക്കാർക്കുണ്ടാവുന്ന നാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും ഈ മാംഗോ ഹബ് സ്ഥാപിക്കുന്നതിനും ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് ആണ് എൻ്റെ ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. സഭയുടെ ആകെ പിന്തുണയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊണ്ടു കൊടുത്താൽ മതി. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സാർ, നമ്മുടെ ശ്രീ കെ ബാബു MLA വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് സബ്മിഷനായി ഉന്നയിച്ചിരിക്കുന്നത്. നെന്മാറ നിയോജകമണ്ഡലത്തിൽ മാവ് കൃഷി പ്രധാനമായും ചെയ്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ മുതലമട, കൊല്ലങ്കോട്, എലവഞ്ചേരി എന്നീ പഞ്ചായത്തുകളാണ്. സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ മൂല്യവർദ്ധന ലക്ഷ്യമാക്കി അഗ്രോ പാർക്കുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും നെന്മാറ നിയോജകമണ്ഡലത്തിൽ മുതലമട അഗ്രോ പാർക്ക് ഉൾപ്പെടെ 5 അഗ്രോ പാർക്കുകൾ രൂപീകരിക്കുന്നതിന് കിഫ്ബിയിൽ അപേക്ഷ നൽകുകയും പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാംഗോ അഗ്രോ പാർക്കിൻ്റെ രൂപീകരണ ചുമതല ഇൻകലിന് നൽകുകയും 20 കോടി രൂപയുടെ അടങ്കലിൽ മുതലമട മാംഗോ അഗ്രോ പാർക്കിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇൻകൽ തയ്യാറാക്കി അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തു. 5 പാർക്കുകൾ ഉൾപ്പെട്ടിരുന്ന തൃശൂർ കണ്ണാറ ബനാന ഹണി പാർക്ക് 25.13 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. നടത്തിപ്പിൽ പൂർണ്ണമായ പുരോഗതി ഉണ്ടാകാത്തതിനാൽ സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കേരള അഗ്രോ ബിസിനസ് കമ്പനിക്ക് മുതലമട അഗ്രി പാർക്ക് ഉൾപ്പെടെ 5 പാർക്കുകളുടെ നടത്തിപ്പിന് ചുമതല നൽകി സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാപ്കോയുടെ ബിസിനസ് പ്ലാനിൽ പാർക്കുകളുടെ വികസനം ഉൾപ്പെടുത്തുകയും നബാർഡ് നടപ്പിലാക്കുന്ന റിയാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുതലമട സീഡ് ഫാമിൽ ഒരു പാക്ക് ഹൗസ് സ്ഥാപിക്കുന്നതിനായി 5.04 കോടി രൂപയുടെ ഒരു പദ്ധതി കാപ്കോ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രപ്പോസൽ ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനയിലാണ്. നെന്മാറ നിയോജകമണ്ഡലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതലമട, കൊല്ലങ്കോട്, എലവഞ്ചേരി പഞ്ചായത്തിലാണ് മാവ് കൃഷിയുള്ളത്. മുതലമട പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ മാവ് കൃഷിയുള്ളത്. വാണിജ്യാടിസ്ഥാനത്തിലാണ് ഇവിടെ മാവ് കൃഷി ചെയ്ത് വരുന്നത്. കേരളത്തിലെ മാംഗോ സിറ്റി എന്നാണ് മുതലമട അറിയപ്പെടുന്നത്. മുതലമടയിൽ നിന്നുള്ള മാങ്ങയാണ് എല്ലാ വർഷവും ആദ്യമായി ഡൽഹി, ബോംബെ തുടങ്ങിയ ഉത്തരേന്ത്യൻ വിപണിയിൽ എത്തുന്നത്. 250 ടണ്ണോളം മാങ്ങ ദിവസവും മുതലമടയിൽ നിന്നും രാജ്യത്തെ വിപണികളിലേക്ക് കയറ്റിവിടുന്നുണ്ട്. നല്ല വിലയും അക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കാട്ടാൻ ശല്യം വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. വന്യമൃഗശല്യം മൂലം കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് വനം വകുപ്പ് നൽകുന്ന നഷ്ടപരിഹാരത്തിനും 5/4/2018 സർക്കാർ ഉത്തരവ് പ്രകാരം അതിൻ്റെ വനം വകുപ്പ് ഉത്തരവിൻ്റെ ഭേദഗതി വരുത്തിയ ചട്ടം 3A പ്രകാരം മാവ് കർഷകരും അർഹരാണ്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ ഇൻഷുർ ചെയ്തിട്ടുള്ള മാവ് കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്കും അർഹതയുണ്ട്. എന്നാൽ മാവ് കർഷകർ കൃഷി ഇൻഷുർ ചെയ്യുന്നതിന് സന്നദ്ധത കാണിക്കുന്നില്ല. മുതലമട പഞ്ചായത്തിൽ ആകെ 2 കർഷകർ
0.41 ഹെക്ടർ മാവ് കൃഷി മാത്രമാണ് ഇൻഷുർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ആകർഷിക്കുവാൻ ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതാണ്. കൂടാതെ വന്യമൃഗശല്യം തടയുവാൻ കൃഷി വകുപ്പും വനം വകുപ്പും തദ്ദേശ ഭരണ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാവ് കർഷകർക്ക് കൂടി സഹായകമാകുന്ന രീതിയിൽ ഈ പ്രദേശത്ത് വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് നടപ്പിലാക്കുന്നു.